മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ട്രഷറർ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിൽ. സർ, വെൽക്കം. നമസ്കാരം. ഞാനിപ്പോൾ താങ്കളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2007 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങളാണ്. അധികാരത്തിൻ്റെ കുതിരപ്പുറത്തിരിക്കുമ്പോൾ നമുക്ക് പലതും കാണാൻ കഴിയില്ല. ഒരിക്കൽ അവിടെ നിന്ന് വീഴുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക പ്രവർത്തകർ മാത്രമാണ് കൂടെ ഉള്ളതെന്ന്. പ്രവർത്തകരുടെ മുഴുവൻ വികാരത്തെയും മാനിച്ച് അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണോ ലീഗ് ഇത്തവണ നടത്തിയത്? ആണ്. കാരണം എന്താ വെച്ചാൽ പ്രവർത്തകരുമായി വളരെ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്തത് പലരും വാർത്തയാക്കി. അതിൻ്റെ കുഴപ്പം ഇത്തവണ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ചർച്ച ചെയ്തപ്പോൾ അവസാനം ഞങ്ങളെത്തിയ തീരുമാനം ലീഗിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ദേശീയ നേതാക്കന്മാരെ തന്നെ പാർലമെൻറ്റിൽ മത്സരിപ്പിക്കണം എന്നുള്ളതാണ്. മുമ്പൊക്കെ ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സട്ടു സാഹിബും ബനാത്ത് വാല സാഹിബും അങ്ങനെയുള്ള ആളുകളായിരുന്നു പണ്ട് മത്സരിച്ചിരുന്നത്. അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ഈ മോഡി വിവാദമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലത്ത് വേണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പ്രവർത്തകരും ആ അഭിപ്രായക്കാരായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് വാർത്തയായ ചില കാര്യങ്ങളെപ്പറ്റി താങ്കളിവിടെ സൂചിപ്പിച്ചു. അതിലൊന്ന് അഹമ്മദിന് സ്ഥാനാർത്ഥിത്വം നൽകുന്ന കാര്യത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധമാണ്. അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്നാണ് പുറത്ത് വാർത്തകൾ പ്രചരിച്ചത്. അതിന് കാരണം പറഞ്ഞത് താങ്കൾ ലീഗിൻ്റെ തന്നെ ആലോചനാ യോഗങ്ങളിൽ ഒരു ആം ആദ്മി എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അഹമ്മദിനെ മാറ്റണം, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം എന്ന നിലപാട് മുന്നോട്ട് വെച്ചുവെന്നും അഹമ്മദ് പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പോയാൽ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഞാൻ ഒപ്പിടില്ല, 3 MLA ഞാൻ പിൻവലിക്കും എന്നെല്ലാം ഒരല്പം ഭീഷണിയോടുകൂടി ഇടപെട്ട ശേഷമാണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് എന്നുമൊക്കെയുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. വാസ്തവമുണ്ടോ? ഈ പറഞ്ഞതിൽ ഒരക്ഷരം സത്യമില്ല, ഒരു ലഫ്ള്, ഒരൊറ്റ ലെറ്റർ സത്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ പ്രാദേശിക കക്ഷികളോട് ചർച്ച ചെയ്തു, പ്രാദേശിക കമ്മിറ്റികളോട് ചർച്ച ചെയ്തു എന്നുള്ളത് ശരിയാണ്. അത് വരവും പോക്കൊക്കെ വാർത്താക്കി എന്നല്ലാതെ ഈ തവണ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിട്ടേ ഇല്ല. ചെറുപ്പക്കാരെ വേണോ, വലുപ്പക്കാരെ വേണോ, ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാർ വേണോ, വേറെ ആരെങ്കിലും വേണോ എന്നൊക്കെ ഞങ്ങൾ അകത്താലോചിച്ച് കാണും. അതല്ലാത്ത എന്തൊരു അസംബന്ധമാണ് അത്. അഹമ്മദ് ചിഹ്നം വെച്ച് ഭീഷണിപ്പെടുത്തി, ഇതൊക്കെ വാർത്തകളിൽ ഒരു സത്യവും വേണ്ട, അല്പം ചൂടായാൽ മതി എന്ന് വെക്കുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു കുഴപ്പമാണ്. യുവാവേശം പ്രസരിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഇത് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ആശയം. കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഓരോ ചെറിയ പാർട്ടി പോലും ചെറുപ്പക്കാർക്ക് ഇത്തവണ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്, അവസരം നൽകിയിട്ടുണ്ട്. ചെറുപ്പക്കാർ മുന്നോട്ട് വരണം എന്ന് എപ്പോഴും പറയാറുള്ള ലീഗ് നേതാക്കൾ ഒരാളെ പോലും ഈ 2 മണ്ഡലങ്ങളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും അങ്ങനെ ഒരു അവസരം കൊടുത്തില്ല. അതിന് ലീഗ് മറുപടി പറയണ്ടേ? അല്ല, ഇപ്പം ലീഗ് നന്നായി ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഈ തവണ നിയമസഭയിലുണ്ട്, അസംബ്ലിയിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2 സീറ്റ് മാത്രം ഉണ്ട്. ആ സീറ്റിൽ ദേശീയ രാഷ്ട്രീയത്തിലും അന്തർദേശീയ രാഷ്ട്രീയത്തിലും പ്രാധാന്യമുള്ള ആളുകൾ വേണം എന്ന് പറയുമ്പോൾ അവരുടെ ചെലവിൽ യുവ പ്രാതിനിധ്യം കൊടുക്കണം എന്ന് വാദിക്കുന്നത് അത് ഞങ്ങളെ സ്നേഹിച്ചിട്ടല്ല. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടത്. കാരണം യുവപ്രാതിനിധ്യം കൊടുക്കേണ്ടത് എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ദേശീയ വിഷയങ്ങളിൽ ഒരു പക്വതയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടപെടുന്നതിനും മുതിർന്ന നേതാക്കൾ തന്നെ വേണം. അതാണ് ലീഗ് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അഹമ്മദും ഈ ടീം വീണ്ടും സ്ഥാനാർത്ഥികളാകുന്നത്. ആണ്, യാതൊരു സംശയമില്ല. ഈ തവണ ഞങ്ങൾ പ്രഥമ പരിഗണന കൊടുത്തത് ഈ BJP ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന കാലത്ത് അവിടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾ വേണം എന്നുള്ളതിന് തന്നെയാണ് ഞങ്ങൾ പ്രഥമ പരിഗണന കൊടുത്തത്. ഇത് ബോധ്യപ്പെടുത്താൻ യുവജന വിഭാഗത്തെ കഴിഞ്ഞിരുന്നുവെങ്കിൽ അഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഒരു പ്രകടനം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടോട്ടിയിൽ ഒരു ചാനൽ ഓർഗനൈസ് ചെയ്ത 12 ആളുണ്ടായിരുന്നു. അത് ഞാൻ അത്രേ പറയുന്നുള്ളൂ. അത് ഞാനിപ്പോൾ പറയുന്നില്ല. എവിടെയെങ്കിലും ഒരാളെ മുമ്പിൽ നിർത്തിയിട്ട് ക്യാമറയും കൊണ്ടുപോയി എടുത്തിട്ട് വലിയ പ്രകടനം ഉണ്ടായി എന്നുള്ള നിലയിൽ കാണിക്കുകയാണ്. നാദാപുരത്തും പാറക്കടവും ലീഗിൽ ഒരു വിഭാഗം മാറി നിൽക്കുന്നുണ്ട്. കൺവെൻഷൻ നടന്നു, ബേപ്പൂരിൽ കൺവെൻഷൻ നടന്നു. വയനാട്ട് MI ഷാനവാസിനെതിരെ പ്രതിഷേധം ഉയർത്തിയപ്പോൾ അക്കൂട്ടത്തിൽ ലീഗ് പ്രവർത്തകർ ഉണ്ടായിരുന്നു. അവരാണ് ഫ്ലക്സ് ഉയർത്താനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നത്. നേതൃത്വത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം അല്ലെങ്കിൽ സ്വാധീനം അണികൾക്ക് മേൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. നാദാപുരത്ത് എന്താ ഉണ്ടായത്? അവരൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. നാദാപുരത്ത് എന്താ ഉണ്ടായത്? അവിടുത്തെ പോലീസ് കേസിൽ അവർക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവർ യോഗം കൂടി ശക്തമായി ആവശ്യപ്പെട്ടു
അവരെ ഞാൻ വിളിപ്പിച്ചു. ഞങ്ങൾ KPA മജീദും ഞാനും കൂടി വിളിപ്പിച്ചു, ചർച്ച ചെയ്തു, ആ ഇഷ്യൂ സോർട്ട് ചെയ്തു. അവിടെ ഒന്നും ഒരു ചലനമില്ല. കാരണം വെച്ചാൽ ലീഗിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ എവിടെ വയനാട്ടിൽ ഏത് ഘടകം എവിടെ? അതൊക്കെ വാർത്ത എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും വെച്ച് ക്യാമറയിലെടുത്ത് വാർത്തയാക്കുന്നതാണ്. ഇന്നലെ മമ്പാട് ആണ് ഒന്ന് പറഞ്ഞത്. അവിടെ ഒരു ക്ലബ്ബുമായിട്ടാണ്, ഒരു ക്ലബ്ബിലെ ആളുകളാണ്. ആ ക്ലബ്ബിലൊരു യൂത്ത് ലീഗുകാരുണ്ട് എന്ന് പറഞ്ഞ് റിസർച്ച് നടത്തി കണ്ടുപിടിച്ച് അത് വാർത്തയാക്കി. നാദാപുരത്ത് പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാണോ? പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് പറഞ്ഞൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അവിടെ ചില ഇഷ്യൂസ് ഉണ്ട്. അവിടെ സാധാരണ വകുപ്പിട്ടെടുക്കേണ്ട കേസുകളും അവിടുത്തെ ലോക്കലായിട്ടുള്ള പോലീസുകാർ ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങി ഇല്ലാത്ത വകുപ്പുകൾ ഇട്ടു എന്നാണ് പരാതി. അത് ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട്. അത് രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പെടുത്തി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും രമേശ് ചെന്നിത്തലിൻ്റെ ശ്രദ്ധയിലും ഒക്കെ പെടുത്തി. അത് ഗവൺമെൻറ് പരിശോധിക്കണമല്ലോ. ഉള്ള വകുപ്പ് എല്ലാം ഇടാൻ പറ്റും, ഇല്ലാത്ത വകുപ്പിട്ട് കേസെടുക്കാൻ പറ്റുമോ? എല്ലാ കാലത്തും UDF-നൊപ്പം ലീഗിനൊപ്പം നിന്നിട്ടുള്ളതാണ് EK സുന്നി വിഭാഗം. EK സുന്നികൾക്ക് ഇപ്പോൾ പലതരത്തിലുള്ള അരക്ഷിതത്വവും ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവരുടെ പലതരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാകുന്നു. ഒന്ന്, അമിതമായി ലീഗ് AP വിഭാഗത്തെ അനുകൂലിക്കുന്നു എന്നുള്ള പരാതി അവർക്കുണ്ട്. ചന്ദ്രിക ദിനപത്രം ഉണ്ടായിരിക്കെ തന്നെ മറ്റൊരു പത്രവുമായി അവർ രംഗത്ത് വരുന്നു. പഴയതുപോലെയുള്ളൊരു മമത EK വിഭാഗത്തോട് കാണിക്കുന്നില്ല എന്ന ആക്ഷേപം ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നുമില്ല. അതൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പെരുപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ പത്രം തുടങ്ങാൻ എല്ലാ സംഘടനകളും നോക്കുന്ന കാലമല്ലേ ഇത്. പിന്നെ അവർക്ക് മാത്രം എന്താ പത്രം തുടങ്ങിക്കൂടാ? എല്ലാവർക്കും പത്രം ഉണ്ടല്ലോ. അത് ഒരു പിന്നെ അങ്ങനെ പറയാവുന്ന ഒരു സംഗതിയല്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും പത്രം തുടങ്ങാം. ആ പത്രത്തിന് ഞങ്ങൾ എല്ലാ സഹായവും ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഞങ്ങളങ്ങനെ ഞങ്ങളുമായിട്ട് അവർക്ക് അങ്ങനെ ഒരു പരാതിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. വെറുതെ പെരുപ്പിക്കുക. പിന്നെ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയിൽ എല്ലാവരോടും നല്ലവണ്ണം നിൽക്കാൻ ഞങ്ങൾ നോക്കും. അതല്ലാതെ അതിനപ്പുറം ഒരു പക്ഷപാതവും അല്ലെങ്കിൽ പിന്നെ ഒരു പാർഷ്യാലിറ്റിയും ആരോടും ഞങ്ങൾ കാണിക്കുന്നില്ല. മലപ്പുറത്ത് ഇത്തവണ ലീഗ് പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതലാണോ? PK സൈനബ എന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അഹമ്മദിന് മുന്നിൽ വളരെ ചെറുതാണ് എന്നൊരു അഭിപ്രായം ലീഗിനുണ്ട്. അതൊന്നുമില്ല. ഞങ്ങൾ എന്തിനാ അങ്ങനെ ആളുകളെ ചെറുതാക്കുന്നത്? അതൊന്നുമില്ല. ഞങ്ങൾ വലുതാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. എന്ന് വിചാരിച്ച് മറ്റുള്ളവർ ചെറുതാണ് ഞങ്ങൾ പറയുന്നില്ല. സംഘടനയും വലുതാണ്, സ്ഥാനാർത്ഥിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയ ആളാണ്. ദേശീയ രാഷ്ട്രീയത്തിലും അന്തർദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രാധാന്യമുള്ള ആളാണ്. എന്ന് വിചാരിച്ച് മറ്റുള്ളവർ ചെറുതാണെന്നൊന്നും ഞങ്ങൾ പറയില്ല. മലപ്പുറത്ത് 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണുള്ളത്. 7ലും UDF-ൻ്റെ MLA-മാരാണുള്ളത്. അവിടെ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. അത് വേറെ കാര്യം. അത് ആരുന്നാലും ഉണ്ടാവും. നിയമസഭയിൽ 13 അംഗങ്ങളുള്ള CPIക്ക് ഇടതുമുന്നണി 4 ലോക്സഭാ സീറ്റുകൾ കൊടുത്തു. നിയമസഭയിൽ 20 അംഗങ്ങളുള്ള മുസ്ലിം ലീഗിന് 2 പാർലമെൻറ്റ് സീറ്റ്. ഇത് നീതിയാണോ? എന്നിട്ടും ലീഗ് പറയുന്നു ജനാധിപത്യപരമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഞങ്ങൾ തൃപ്തരാണ്, UDF-ൽ കുഴപ്പങ്ങളില്ല എന്ന്. ലീഗ് കൂടുതൽ അർഹിക്കുന്നില്ലേ? അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പണ്ട് തെരഞ്ഞെടുപ്പിന് ഒരു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ജയിക്കുന്നതിനേക്കാൾ ജയിപ്പിക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജയിക്കുന്നതിനേക്കാൾ ജയിപ്പിക്കുന്നതാണ് ലീഗിൻ്റെ ജോലി എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഞങ്ങളുടെ ശക്തിക്കനുസരിച്ച് സീറ്റുകൾ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതൊരു വസ്തുതയാണ്. പക്ഷേ അതിൻ്റേതായ കാരണമുണ്ട്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ BJP-യെ തടയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായിരിക്കട്ടെ, മതേതര കക്ഷികൾ ശക്തമായിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ബാലൻസിങ്ങിന് ഞങ്ങൾ റെഡിയാവുന്നത്. ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലീഗിൻ്റെ സെക്യുലർ ഇമേജ് ഉയർത്തിപ്പിടിക്കപ്പെട്ടു, അത് അംഗീകരിക്കപ്പെട്ടു. പക്ഷേ 5-ാം മന്ത്രി വിവാദത്തോടു കൂടി ലീഗ് ഒരു സമ്മർദ്ദ തന്ത്രമായി മാറുന്നുണ്ടെന്നും ചില സാമുദായികമായ ഇടപെടലുകൾ ലീഗ് നടത്തുന്നുണ്ടെന്നുമുള്ള ആക്ഷേപം വ്യാപകമാണല്ലോ. ഈ 5-ാം മന്ത്രി വിവാദത്തിന് ശേഷം ലീഗിനുള്ള സ്വീകാര്യതയിൽ ഇടിവ് സംഭവിച്ചിട്ടില്ലേ? ഒട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്ന ഒരു തരം പ്രചരണമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ സംഘടനാ തലത്തിൽ ഇപ്പോൾ പല പരിഷ്കാരങ്ങളും വരുത്തിയില്ലേ. കാരണം ഹോം മിനിസ്ട്രിയിൽ വന്നു. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരനായി. അതുപോലെയുള്ള പല സംഭവങ്ങളും അതിനുശേഷം ഇവിടെ ഉണ്ടായി. അപ്പോൾ പിന്നെ ആ വക പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ഞാൻ പറയുന്നപ്പോൾ അതൊക്കെ ഇവിടെ പല ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ടാക്കുന്ന ചർച്ചകളാണ്.
3 MLA-മാർ ലീഗിലേക്ക് തിരിച്ചു വരാനുണ്ട് എന്ന് മുൻപ് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2 പേർ വന്നു. PMA സലാം വന്നു, മഞ്ഞളാംകുഴി അലി വന്നു. ഇനി വരാനുള്ളത് KT ജലീലാണോ? അതൊക്കെ എപ്പം പറഞ്ഞതാ. അതിനുശേഷം നദിയിലൂടെ എത്രയോ ജലം ഒഴുകിപ്പോയില്ലേ, ഒരുപാട് കാലം കഴിഞ്ഞില്ലേ അതൊക്കെ ഇപ്പം പറഞ്ഞിട്ട്. ഇനി MLA-മാർ തിരിച്ചു വരുന്നു എന്നുള്ള നിലയിലല്ല, ജനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ലീഗ് ശക്തി പ്രാപിച്ചു, അതാണ്. അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ തിരുത്തുന്നുണ്ടോ? തിരുത്തുന്നൊന്നുമില്ല. എന്തിനാ തിരുത്താ? അന്നത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ പറഞ്ഞതാവും. അല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് പ്രസക്തി. അതിനുശേഷം ഒരാൾ പറയുന്നത് 100% ശരിയായിക്കൊള്ളുന്നുണ്ടോ? 2 ആൾ വന്നു, ഓക്കെ, ദാറ്റ്സ് ഗുഡ്. KT ജലീലിന്റെ ലീഗ് വിമർശനത്തിൽ ഇപ്പോൾ മയം വന്നിട്ടുണ്ട്. അതെനിക്കറിയില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ആ സബ്ജക്റ്റ് അങ്ങനെ നിരീക്ഷിച്ചിട്ടില്ല. വേണമെങ്കിൽ നിരീക്ഷിച്ചിട്ട് പറയാം. താങ്കളുടെ താല്പര്യത്തിൽ ഇപ്പോൾ അതില്ല. അങ്ങനെയില്ല. ഞാനിപ്പോ എല്ലാ കാലത്തും താല്പര്യമുള്ള കാര്യങ്ങളാണല്ലോ. ഞാനിപ്പോ ചാക്ക് കൊണ്ട് നടക്കുകയാണോ ആരെങ്കിലും പിടിക്കാൻ? ഞാൻ അതിനെ കണ്ടത് ആ നിലയിലാണ്. ഞാനൊരു MLA പിടിക്കാൻ ചാക്കും കൊണ്ടൊന്നും നടക്കുന്നത്. അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ലല്ലോ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. ഇല്ല, അതുകൊണ്ടാണ് പറയാത്തത്. കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പക്ഷേ 2-3 MLA-മാർ UDF-ലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ആ വക കാര്യങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ നിരീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം കാലികമായി അത്ര പ്രസക്തമല്ല എന്ന് എനിക്ക് തോന്നി. പൊതുവിൽ മാധ്യമപ്രവർത്തകർക്ക് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചോർത്തിയെടുക്കാൻ വളരെ പ്രയാസമാണ്. കാരണം വളരെ കൗശലപൂർവ്വം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവം താങ്കൾക്കുണ്ട് എന്നാണ് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്നത്. ഈ അടുത്ത കാലത്തായി ഒരു കാര്യത്തിനും വ്യക്തമായൊരു മറുപടി കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് നിലമ്പൂർ രാധ വധക്കേസിൽ എന്താണ് ലീഗിൻ്റെ നിലപാട്? കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ലീഗിന് സുവ്യക്തമായ ഒരു നിലപാടുണ്ടോ? VS അച്യുതാനന്ദൻ ഇപ്പോൾ നിലപാട് മാറ്റി പാർട്ടിയുമായി സമരസപ്പെടുന്നതിന് എന്താണ് ഒരു പ്രതികരണം തരാൻ മടിക്കുന്നത്? അല്ല, അല്പം കൗശലം ഇല്ല എങ്കിൽ ഇന്നത്തെ മീഡിയയുടെ ഒക്കെ ഇടയിൽ നിൽക്കാൻ പറ്റുമോ? കൗശലപൂർവ്വം ഒഴിഞ്ഞു മാറിയിട്ട് പോലും വരികൾക്കിടയിൽ വാർത്ത കൊടുക്കുകയാണ്. അപ്പോൾ അല്പം മെയ്വഴക്കം കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇപ്പോൾ നിലമ്പൂർ കേസ് തന്നെ എടുക്കാം. എന്താ സത്യം ഇപ്പം കാണുന്നതിലധികം അതിനകത്ത് വേറൊന്നുമില്ല. പക്ഷെ എന്തോ ഉണ്ട് എന്നുണ്ടാക്കി തീർക്കാനാണ് നോക്കുന്നത്. മാത്രമല്ല, ആ ഉണ്ടാക്കി തീർക്കാൻ നോക്കുന്ന കാര്യം എൻ്റെ ചിലവിൽ ചോദ്യം ചോദിച്ച് എൻ്റെ പേരിലാക്കാനാണ് നോക്കുന്നത്. നിങ്ങൾ നോക്കുന്നതല്ല. പല പ്രാവശ്യം പല ആളുകളും പല മീഡിയക്കാരും എന്നോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു. എനിക്കുള്ളതല്ലാതെ പറയാൻ പറ്റുമോ? ഞാൻ അന്വേഷണത്തിൻ്റെ കാര്യം മറ്റുമൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് വേറൊന്നുമില്ല, ഒരൊറ്റപ്പെട്ട ഇഷ്യൂ ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. അല്ല, അതൊന്നും എനിക്കറിയില്ല. അത് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറയാൻ പറ്റും. ഇത് ഒരു സാമാന്യ വ്യക്തി എന്നുള്ള നിലയിൽ, പുറത്തുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ്. അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനി വരുമ്പോൾ നമുക്ക് അതിനെ പറ്റി അഭിപ്രായം. ഇപ്പോൾ ലീഗോ ഞാനോ അതിൻ്റെ അപ്പുറം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ട് എന്ന് മാത്രമല്ല, പോലീസ് അന്വേഷിച്ച് കോടതി ശിക്ഷ വിധിച്ചു. പാർട്ടി തലത്തിൽ അന്വേഷണം നടന്ന TP ചന്ദ്രശേഖരൻ വധക്കേസ് വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് നിങ്ങൾ പറയുന്നു. അതുപോലെ ഒരു പാർട്ടി ഓഫീസിൽ നടന്ന കൊലപാതകം അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്ന് മറുഭാഗത്ത് പറയുമ്പോൾ സ്വാഭാവികമായും നിഷ്പക്ഷമതികൾ സംശയിക്കും. അല്ല, അങ്ങനെ അതിപ്പോൾ ചോദ്യങ്ങൾ പല തരത്തിലും പല നിലയിലും ചോദിക്കും എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൽപ്പം മെഴുവഴക്കം കാണിച്ചില്ലെങ്കിൽ ചെന്ന് അബദ്ധത്തിൽ ചാടും. കാരണം എന്താ വെച്ചാൽ TP ചന്ദ്രശേഖരൻ വധം സംബന്ധിച്ച് പോലും കേസിലേക്ക് കടന്ന് ഞാനായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പുറത്ത് വന്ന കാര്യങ്ങൾ വെച്ച് പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. നിലമ്പൂർ കേസിലും അങ്ങനെ തന്നെ ഞാനായിട്ട് അതിൽ മറ്റഭിപ്രായം പുറത്ത് വന്ന കാര്യങ്ങൾ വെച്ച് പൊളിറ്റിക്കൽ ഡിസ്കഷൻ, അത് ആ ലിമിറ്റ് അതാണ്, അതിൻ്റെ അപ്പുറം പോകില്ല. വയനാട് പോലെയുള്ള സ്ഥലത്ത് ലീഗിന് ശക്തിയുള്ള മേഖലകളിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് സംബന്ധിച്ചിട്ടുള്ള ഒരു സുവ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്? കസ്തൂരിരംഗൻ റിപ്പോർട്ടിലൊക്കെ ഇപ്പോൾ ഈ കേരളം അല്ലാതെ മറ്റാരെന്താ ചെയ്തത്? 5-6 സ്റ്റേറ്റുകളെ ബാധിക്കുന്ന വിഷയം ആരെങ്കിലും അനങ്ങുന്നുണ്ടോ? കേരളം ഫൈറ്റ് ചെയ്ത് വാങ്ങിയില്ലേ കേരളത്തിലെ കർഷകർക്കുള്ള സംരക്ഷണം? അത് ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരളത്തിലെ UDF ലീഡർഷിപ്പും അല്ലാതെ വേറെ ആർക്കാണ് ഇത് സാധിക്കുക? അവസാനം വരെ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരെ ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ കേരളത്തിലെ കർഷകർക്ക് സംരക്ഷണം നേടിക്കൊടുത്തില്ലേ? അതെന്താ അപ്രീഷിയേറ്റ് ചെയ്യാത്തത്? ശരി, അതല്ലേ നോക്കേണ്ടത്. ശരി, അങ്ങനെയാണെങ്കിൽ പരിസ്ഥിതിയോടുള്ള ലീഗിന്റെ നിലപാട് എന്താണ്? മറ്റ് സംസ്ഥാനങ്ങൾ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു. അവരൊരു പക്ഷേ പശ്ചിമഘട്ട സംരക്ഷണത്തിനായിരിക്കും കൂടുതൽ ഊന്നൽ നൽകുന്നത്. താങ്കൾ പറഞ്ഞ പോലെ പരിസ്ഥിതിയുടെ നയം, പരിസ്ഥിതി സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ നയം എന്താണ്? മലയോര കർഷകരുടെ ഈ പറയുന്ന പരിരക്ഷ സംബന്ധിച്ച് ലീഗിന്റെ നയം എന്താണ്?
അല്ല അതിപ്പോൾ ക്വസ്റ്റ്യൻസ് അല്പം ഷാർപ്പായിട്ട് വരുമ്പോൾ എനിക്ക് ഷാർപ്പായിട്ട് തന്നെ പറയേണ്ടി വരും മറുപടി. ഞാൻ ചോദിക്കട്ടെ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്നുള്ള ഈ നിലപാട് ശരിയാണോ? കാരണം പരിസ്ഥിതി സംരക്ഷണത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പറയും കർഷകരെ തിരിഞ്ഞു നോക്കുന്നില്ല, കർഷകൻ്റെ പ്രശ്നം പറഞ്ഞാൽ പറയും പരിസ്ഥിതി നോക്കുന്നില്ല. ഈ ഇരട്ടത്താപ്പ് ഈ വാർത്ത സൃഷ്ടിക്കുന്നവരൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട്, നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാക്കുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നം? ഞാൻ പറയട്ടെ, ഇത് രണ്ടിൻ്റെ ഇടയിൽ ഉള്ള ഒരു ബാലൻസ് വ്യൂ അല്ലേ എടുക്കേണ്ടത്. കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ മനുഷ്യൻ്റെ സംരക്ഷണം തന്നെയാണ്, നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതം കഷ്ടകാലത്തിലാക്കിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് കർഷകരുടെ, പാവപ്പെട്ട ആളുകളുടെ ആശങ്ക അകറ്റുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടിയായി ഞങ്ങൾ കരുതി അതിന് പ്രഥമ പരിഗണന കൊടുക്കും. അതേ അവസരത്തിൽ എന്താ പറയുക, ആവുന്നത്ര പ്രകൃതി സംരക്ഷണം എന്നുള്ളത് നമ്മൾ നോക്കണം, അത് നോക്കുകയും ചെയ്യും. വയനാട്ടിൽ താങ്കളിപ്പോൾ ഒരുപക്ഷെ പറയും ഇതും കെട്ടിച്ചമച്ച വാർത്തയാണെന്ന് എനിക്കറിയില്ല. വയനാട്ടിൽ MI ഷാനവാസിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ലീഗിലെ ഉന്നത നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെന്നും ഇത്തവണ ഷാനവാസിനെ വയനാട് നിർത്തരുത്, കാരണം ഷാനവാസിനെതിരായ ഒരു പൊതുവികാരമുണ്ട് എന്ന അഭിപ്രായം ലീഗ് പറഞ്ഞിരുന്നുവെന്നുമാണ് പുറത്ത് കേൾക്കുന്നത്. അങ്ങനെ ലീഗിന് അഭിപ്രായമുണ്ടോ? അതല്ല MI ഷാനവാസാണ് വയനാട്ടിലേക്കുള്ള ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി എന്നാണോ ലീഗിന്റെ അഭിപ്രായം? കെട്ടിച്ചമച്ച് കൊണ്ടുവരുന്ന വാർത്തകളെ അങ്ങനെയല്ലാതെ പിന്നെ എന്താ വിളിക്കുക? കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റിന് എന്ന ആളാവണം എന്നുള്ളത് ഷാനവാസിൻ്റെ അല്ല, ഈ കാലം വരെ ഒരു സ്ഥലത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് വാർത്തകൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ? യുക്തി ഇല്ലാതെ പറയുമ്പോഴാണ് പ്രശ്നം. കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഷാനവാസിനെതിരെ ഉയർന്നു വന്ന പ്രതിഷേധവും ഇതേപോലെ യുക്തിരഹിതമായ നടപടികളാണോ? അതല്ല എൻ്റെ അർത്ഥം. ലീഗ് പ്രതിഷേധം ഉയർത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ കോൺഗ്രസിന്റെ ഷുഗർ സീറ്റുകളിൽ ഒന്നാണ് വയനാട്. അവിടെ അതേ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭൂരിപക്ഷമോ ഇത്തവണ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, വയനാട് സീറ്റ് ഇപ്പോൾ UDF ജയിക്കും. ഭൂരിപക്ഷത്തെക്കുറിച്ച് കുറച്ചും കൂടി കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം, വയനാട് സീറ്റ് UDF ജയിക്കും. ആ ഭൂരിപക്ഷം എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എത്ര ഉണ്ടാവും. താങ്കൾ പ്രതികരിക്കാൻ മടി കാണിക്കുന്നു എന്ന് ഈ അടുത്ത കാലത്തായി മാധ്യമ പ്രവർത്തകർക്ക് തോന്നിയ ഒരു വിഷയത്തിലേക്ക് കൂടി VS അച്യുതാനന്ദൻ സമീപകാലത്ത് നടത്തിയ പരാമർശങ്ങളിൽ അദ്ദേഹം പാർട്ടിയുമായി സമരസപ്പെടുന്നു, VS സ്വയം തിരുത്തി കാര്യങ്ങൾ തകിടം മറച്ചിരിക്കുന്നു എന്നെല്ലാമുള്ള വാർത്തകൾ CPK കുഞ്ഞാലിക്കുട്ടി ശ്രദ്ധിച്ചു കാണും. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അത് അവർ നോക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ച് ഒരു കൺഫ്രണ്ടേഷൻ ഒന്നും ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരിക്കലും അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൺഫ്രണ്ടേഷനിൽ എത്തണം എന്നല്ല. താങ്കൾക്കൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ, കാരണം താങ്കൾ പറഞ്ഞു അത് CPIഎമ്മിൻ്റെ ആഭ്യന്തര കാര്യമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ VM സുധീരൻ പറഞ്ഞു അത് ആഭ്യന്തര കാര്യമല്ല, അത് പൊതുവിൽ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. PP തങ്കച്ചൻ പറഞ്ഞു VS അച്യുതാനന്ദൻ അവസരവാദിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള നീക്കങ്ങളെന്ന്. ഈ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകണമല്ലോ. അല്ലല്ലോ, അഭിപ്രായം ഉണ്ടാകണം. ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞുകൊള്ളുന്നില്ല, അത് നിർബന്ധമൊന്നുമില്ല. ചില കാര്യങ്ങളെക്കുറിച്ച് പറയാതെയിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കുന്നത് വികസന കാര്യങ്ങൾക്ക്. UDF ഗവൺമെൻറ് പുറം അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ ജയിക്കും. പിന്നെ എന്തിനാ ഞങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഞാൻ പറയുന്നത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി എന്ന ഇത്ര അധികം വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പൊതുപ്രവർത്തകനെ രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായി കൂടി ആക്രമിച്ചിട്ടുള്ള ആളാണ് VS അച്യുതാനന്ദൻ. അതിന് താങ്കൾ പല ഘട്ടങ്ങളിൽ പല തരത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ VSന് ഇത്രയും വലിയൊരു മനംമാറ്റം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി താങ്കൾ അതിലൊരു പ്രതികരണം തരുന്നതല്ലേ? ആവശ്യമായ ഘട്ടത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അത് ചർച്ച ചെയ്യാം. അതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇത് ഉചിതമായ സന്ദർഭമല്ല എന്നത് മാത്രമാണ്. അതൊന്നുമല്ല, അത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നതാണ്. തിരിച്ചല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത്? അല്ലല്ല, ഒരിക്കലുമല്ല. ഞങ്ങൾ 3 കൊല്ലം പ്രവർത്തിച്ച കാര്യം ജനങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ, അതിന് വോട്ട് ചോദിക്കട്ടെ. നമുക്ക് പോസിറ്റീവായിട്ട് പോവാം എന്നുള്ളതാണ്. അങ്ങനെ പോകാനുള്ള അവകാശമുണ്ട്. എന്നെ ഡൈവേർട്ട് ചെയ്യാൻ ആര് നോക്കിയാലും ഞാൻ വഴങ്ങിക്കൊള്ളുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, VS അച്യുതാനന്ദന്റെ കാര്യം പറയുമ്പോൾ നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്ന, ശക്തമായി പ്രതികരിച്ചില്ല, എന്ത് പറ്റി? അല്ല, അതല്ല, ഇപ്പോൾ ചർച്ച മാറ്റാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഡെവലപ്മെന്റ് UDFന് നല്ല സമയം വന്നിരിക്കുകയാണ്. മീഡിയ അത് ഡൈവേർട്ട് ചെയ്ത് വേറെ ആംഗിളിലൊക്കെ കൊണ്ടുപോകാൻ നോക്കിയാൽ ഞാൻ വഴങ്ങിക്കൊള്ളുന്നുണ്ടോ?
ശരി, UDF-ൽ നിന്ന് ഘടകകക്ഷികൾ ഇറങ്ങിപ്പോകുന്ന ഘട്ടം ഉണ്ടാകുന്നു. ഗൗരിയമ്മ ഇടതും വേദികളിൽ സജീവമാകുന്നു. CMPയുടെ ഒരു വിഭാഗം പിണങ്ങി പിരിഞ്ഞു പോകുന്നു. R. ബാലകൃഷ്ണപിള്ള ഈ മുന്നണി രൂപീകരിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്നിരുന്ന സമുന്നതരായ നേതാക്കളിൽ ഒരാൾ. അദ്ദേഹം പറയുന്നു UDF തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ളത് അവൈലബിൾ UDF ആണ്. പലരും ഇറങ്ങിപ്പോകുന്നു, പലരും തിരസ്കരിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓരോ ഘടകകക്ഷികൾക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കി തകർക്കാനാണ് ശ്രമിക്കുന്നത്. CMPക്ക് അത് സംഭവിച്ചു, JSSന് അത് സംഭവിച്ചു. ബാലകൃഷ്ണപിള്ള വിഭാഗത്തിൽ അത് സംഭവിക്കാൻ വേണ്ടി അദ്ദേഹം ഇടപെടൽ നടത്തി എന്നൊക്കെയുള്ള ആക്ഷേപം നിങ്ങളുടെ മുന്നണിയിലെ ഒരു ഘടകകക്ഷി നേതാവ് പറഞ്ഞതാണ്. അല്ല, ബാലകൃഷ്ണപിള്ള UDF-ന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന അദ്ദേഹം പല അഭിപ്രായം UDF-നകത്ത് പറഞ്ഞു കാണും, അത് കുറച്ചൊക്കെ പുറത്ത് വന്നു കാണും, അത് പറയും. അദ്ദേഹം UDF-ന് വേണ്ടി ഇപ്പോൾ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നണി വിട്ട കക്ഷികൾ അത് അവരുടെ കാര്യം, അവർക്ക് അങ്ങനെ തോന്നി അവർ വിടട്ടെ. കുറേ കക്ഷികൾ ഇങ്ങോട്ട് വന്നു, കുറേ കക്ഷികൾ അങ്ങോട്ട് പോയി. അതിനൊക്കെ ഇപ്പോൾ നമ്മളെന്ത് ചെയ്യാനാണ്? അവരെടുത്ത രാഷ്ട്രീയ നിലപാടാണ്, അതനുസരിച്ച് പോട്ടെ. അതുകൊണ്ടൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ UDF-ലേക്ക് ഒരു കക്ഷി വന്നു, 2 MLA-മാരും ഉണ്ട്, അതുകൊണ്ടൊരു വ്യത്യാസമുണ്ട്. ചില കക്ഷികൾ വളർന്നു, ചില കക്ഷികൾ പോയി. അവർക്കിപ്പോൾ ആ രാഷ്ട്രീയ നിലപാട് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അവരുടെ നിലപാട്. അല്ലാതെ എന്താ UDF-ൻ്റെ സാധ്യതയ്ക്ക് ഒരു കുറവും വന്നില്ലല്ലോ. വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ട ഒരു തെരഞ്ഞെടുപ്പ് അത്. UDF-നാണ് കൂടുതൽ സീറ്റ് എന്നല്ലേ പഠന റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത്. ഞങ്ങൾ എന്തിനു പിന്നെ ബോധർ ചെയ്യണം? അതിന് പിന്നിലും ചില കഥകൾ കേൾക്കുന്നുണ്ട്. CMPയിലെ അരവിന്ദാക്ഷൻ വിഭാഗം വിട്ടുപോകുന്നതിന് പിന്നിൽ ഇന്ത്യ വിഷനിൽ നിന്നും MV നികേഷ് കുമാർ ഇറങ്ങിപ്പോയ ശേഷം ഇന്ത്യ വിഷന്റെ ചുമതല ഏറ്റെടുക്കാൻ MV രാഘവനുമേൽ ലീഗ് സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും അതിന് വഴങ്ങാത്തത് കൊണ്ടാണ് അഴീക്കോട് സീറ്റ് പിടിച്ചു വാങ്ങിയതെന്നും അതിൻ്റെ ഭാഗമായാണ് ലീഗ് എപ്പോഴും CP ജോണിനെ സംരക്ഷിച്ചു പോന്നിരുന്നുവെന്നും പണ്ട് MV രാഘവൻ വന്നപ്പോൾ കോൺഗ്രസുമായി ഒരു ഐക്യമുണ്ടാക്കാൻ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതിനെല്ലാം മുൻപന്തിയിൽ നിന്നത് ലീഗാണ് എന്നും പ്ലാനിംഗ് ബോർഡിലേക്കും ബാംബു കോർപ്പറേഷൻ്റെ വൈസ് ചെയർമാൻഷിപ്പിനും അതുപോലെ തന്നെ ഖിലയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കാനും ഒക്കെ CP ജോൺ എത്തിയത് ലീഗിൻ്റെ നോമിനിയായി ആണ് എന്നുമെല്ലാം CMPയിൽ നിന്ന് വിട്ടുപോകുന്ന വിഭാഗം ഇപ്പോൾ പുറത്ത് പറഞ്ഞു തുടങ്ങി. എന്നും കഥകൾ. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തെല്ലാം കഥകളാണ്. ഞാനിത് ആദ്യം കേൾക്കുക. CMPയുടെ നേതാക്കൾ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചും പൊതുയോഗങ്ങളിൽ സംസാരിച്ചും ഒക്കെ പറഞ്ഞതാണ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഞാനത് വായിച്ചിട്ടുമില്ല. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇനി അതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് വേണമെങ്കിൽ പറയാം. എനിക്കറിഞ്ഞൂടാ. ഈ ശുദ്ധ നുണകളാണോ നേതാക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ സത്യസന്ധമായി പറയുന്നു. ഞാനിത് ആദ്യം കേൾക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആളുകളുടെ ഭാവന വരുന്നു എന്നാണ് തോന്നുന്നത്. അവനെയാണോ കരുതിക്കൂട്ടുണ്ടാക്കുന്നതാണോ എന്നൊന്നും ആരുണ്ടാക്കുന്നതാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ആദ്യം കേൾക്കണം. എനിക്കറിഞ്ഞൂടാ. ഇതും താങ്കൾ ആദ്യം കേൾക്കണമെന്ന് എനിക്കറിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അത് ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ കോടിയേരി ഇന്നലെ പ്രസംഗിച്ചതായിട്ട് ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ വെറുതെ ഒരു അഭിപ്രായം പറയുമോ കോടിയേരിയെ പോലെ ഒരു നേതാവ്? അറിയില്ല, ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്. ലീഗിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കംഫർട്ട്, ബുദ്ധിമുട്ട് UDF-നകത്തുണ്ടോ? അതോ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ തൃപ്തിയാണോ? അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമോ? ഞങ്ങൾ കാര്യകാരണ സഹിതം നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനേ പ്രസക്തിയില്ല. കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതോ പുറത്തേക്ക് ചാടണമെന്നൊക്കെ ചോദിച്ചാൽ ഞാനെന്താ മറുപടി പറയാം? എങ്ങനെ മറുപടി പറഞ്ഞാലും കുഴപ്പമാവും. കാരണം എന്ന് വെച്ചാൽ അതിലൊന്നും അങ്ങനത്തെ ഒരു നിലപാട് രാഷ്ട്രീയത്തിലില്ലല്ലോ. അവിടെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്ത്? ഇതിപ്പോഴും ഒരു ഉത്തരമായില്ല, ഒരു അർദ്ധവിരാമമാണ്. എന്തിനാ നിങ്ങൾക്ക് ഉത്തരം വരികൾക്ക് ഇടയിൽ വായിച്ചാൽ പോരെ? എപ്പോഴും അങ്ങനെയല്ലേ, ഉത്തരം ആവശ്യമില്ലല്ലോ. അതല്ലേ കാലം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ആരും ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നേർക്ക് നേരെ മറുപടി പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലം പോയി. കളഞ്ഞത് നിങ്ങളൊക്കെ തന്നെയാണ്. കാരണം വെച്ചാൽ നേർക്ക് നേരെ ക്വസ്റ്റ്യൻ ചോദിച്ചു നേർക്ക് നേരെ മറുപടി പറയുമായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞ മാർഗത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൽ നിന്ന് ഒരു വളവ് പിന്നെ പെറുക്കിയെടുക്കാൻ നോക്കുക. അങ്ങനെ വന്നതിൻ്റെ ഫലം എന്താ? ആരും നേർക്ക് നേരെ മറുപടി പറയാതായി. എല്ലാവരും സാമർത്ഥ്യം പ്രകടിപ്പിക്കും. ഇതാ ഞാൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉറപ്പ് തരുന്നു. ഈ അഭിമുഖം ഞാൻ എഡിറ്റ് ചെയ്യാതെ കാണിക്കാം. താങ്കൾ ധൈര്യമായി ഡയറക്റ്റ് ആയിട്ട് അതിന് ഉത്തരം പറയും. വരികൾക്കിടയിൽ വായിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഡിസ്കംഫോർട്ട് ഉണ്ടോ UDF-ൽ? ഞാനത് വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരു മീഡിയ പ്രതിനിധി അങ്ങനെ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ? എഡിറ്റ് ചെയ്ത് വല്ലതും ആക്കി തീർക്കുമെന്നുള്ള പേടി എനിക്കുള്ളൂ. അപ്പോഴും ഈ ഡിസ്കംഫോർട്ട് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കട്ടെ, UDF-നകത്ത് മുസ്ലിം ലീഗിന് പരമസുഖമാണ്. അല്ല, അതൊക്കെ ഏത് വേണമെങ്കിലും പറയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ എനിക്ക് തോന്നിയ ഉത്തരം പറഞ്ഞു, അത്രയേ ഉള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്ന അവസാന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന്. VS പറഞ്ഞത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ, സർക്കാർ മറയും. രണ്ടും കൂടി കൂട്ടിവെച്ച് വായിക്കുകയും ഒരു കംഫർട്ട് ലെവൽ ഉണ്ട് പൂർണ്ണമായി എന്ന് താങ്കൾ ഉറപ്പ് പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്ത് അനുമാനിക്കണം? ഒന്നും അനുമാനിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുതകൾ വളരെ ക്ലാരിറ്റിയോടുകൂടി വന്നോളും. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതര കക്ഷികളൊക്കെ ഒരുമിച്ച് നിന്ന് ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊള്ളും. കേരളത്തിൽ UDF കൂടുതൽ സീറ്റ് നേടുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ വേണ്ടാത്തൊന്നും അനുമാനിക്കാൻ നിൽക്കണ്ട. താങ്കൾ മാധ്യമങ്ങളുടെ കുറെ കൂടി വിശ്വാസം എടുക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.